യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. എളിമയുള്ളവർക്ക് കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. എങ്ങനെയുള്ളവർക്കാണ്? എളിമ. യെശയ്യായുടെ പ്രവചനം 66-ാം അധ്യായം അതിന്റെ 2-ാം തിരുവചനം ഒന്ന് പഠിച്ച ആ വചനം ഒന്ന് നോക്കിക്കിട്ട് തിരിച്ചു വന്നേ. ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അതായത് ദൈവം കടാക്ഷിക്കുന്നത്, ദൈവം അനുഗ്രഹിക്കുന്നത് ആരെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ബൈബിൾ പറയാണ്, ദേ അത്രമേൽ എളിമയുണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? എളിമ. നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തണം. പ്രത്യേകിച്ച് മലയാളിക്ക് എളിമപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, വളരെ പ്രത്യേകിച്ച് പള്ളിക്കകത്ത് അല്ലേ. പുറത്ത് എളിമപ്പെടും. പള്ളിക്കകത്ത് വന്നു കഴിഞ്ഞാൽ കൈകൂപ്പാൻ, കൈ പൊക്കാൻ, സ്തുതിക്കാൻ, ഇതൊക്കെ എന്തിനാ അല്ലേ. എന്നാൽ ബീവറേജിന്റെ മുമ്പിൽ എത്ര മണിക്കൂർ എളിമപ്പെട്ട് നിൽക്കാൻ ഒരു മടിയുമില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? പള്ളിപ്പെരുന്നാളിനൊക്കെ ചിങ്കാരിമേളത്തിന്റെ മുമ്പിൽ ഉടുത്തിരിക്കുന്ന മുണ്ടെടുത്ത് തലയെ കെട്ടിക്കൊണ്ട് തലകുത്തി മറിയാൻ ഒരു നാണവുമില്ല. പക്ഷേ പള്ളിയിൽ വരുമ്പോഴത്തേക്ക് വല്ലാത്ത ഒരു ഭാരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എളിമപ്പെടണം. ദൈവത്തിനു മുമ്പിൽ എളിമപ്പെടണം. എന്താ മെച്ചമെന്നറിയോ? ദൈവത്തിനു മുമ്പിൽ നമ്മൾ കൈനീട്ടിയാലുണ്ടല്ലോ, നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരികയില്ല. പറഞ്ഞേ ആമേൻ, ആമേൻ. നീ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ലെന്ന്. വലതു ഇടതു ഇരിക്കുന്നവർക്ക് അപ്പൊ പറഞ്ഞു കൊടുത്തേ, 2ാമത്തെ ക്വാളിറ്റി എന്താണ്? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എളിമപ്പെടണം. പറഞ്ഞു കൊടുത്തേ, എളിമപ്പെടണം. ആരുടെ മുമ്പിൽ എളിമപ്പെടണം? ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ എളിമപ്പെട്ട് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ.